ഇന്നത്തെ നമ്മളുടെ 5:45 പ്രഭാതമാണ് ഈ കാണുന്നത്. ഓരോ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഭാതത്തിന് ഓരോ മുഖഛായയായിരിക്കും. ഈ ഒരു മാറ്റം കാണാൻ വേണ്ടി ഞാനിവിടെ കാത്തു നിൽക്കായിരുന്നു. ഇപ്പോൾ 5:51 5:51 ഉള്ള നമ്മളുടെ ഇതേ പ്രഭാതത്തിലെ മാറ്റം കണ്ടോ? എന്ത് മനോഹരമായിട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ മിനിറ്റ് കഴിയും തോറും നമ്മളുടെ പ്രഭാതത്തിൻ്റെ മുഖഛായ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഡിന്നറായിട്ടും തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് ചൂടുവെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 2 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എടുത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ്, അതായത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത മുളകുണ്ടല്ലോ, അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 3 കപ്പോളം മൈദാമാവ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈദാമാവ് ഞാൻ ഈ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിപ്പോൾ ഒരു ലൂസ് ബാറ്ററായിട്ടാണ് നമ്മളിത് ആദ്യം കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ ആണ് കുഴഞ്ഞു വരുന്നത്, കണ്ടോ? അപ്പോൾ ഇതിൽ കട്ടി മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി മാവ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ 1-2 കാര്യം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പോളം ഗോതമ്പ് മാവും 1 കപ്പോളം വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കും. അതായത് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ. ഇനി അഡീഷണലായിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഇരിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു പരുവത്തിനുള്ള ഒരു മാവായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ 1 ടീസ്പൂണോളം ഓയിലൊഴിച്ച് ഒന്ന് തടവിയിട്ട് അടച്ച് അരമണിക്കൂർ മാറ്റി വെക്കുവാണ്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ഇതുപോലെ വെയിറ്റ് ഇട്ടിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോൾ പുഴുങ്ങി കിട്ടും. അപ്പം ഞാൻ തോലൊക്കെ കളഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഇതുപോലെ ഉടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എന്തായാലും നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞു കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റൊന്നും, അതായത് സവോളയോ മറ്റൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചീസ് കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും. ഈ ചീസിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണോളം ഒറിഗാനോയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് ചീസിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസ് റെഡിയാണ്. നമ്മളുടെ മാവും ഇവിടെ പരുവത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് ഞാൻ എപ്പോഴും കുഴയ്ക്കുന്ന പോലെ വീണ്ടും ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഉരുളയാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളയാക്കിയാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാൻ ഈ ചീസിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് വേണം മല്ലിയില ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ചീസിൽ മല്ലിയില എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മാവൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവൊന്ന് ഉരുട്ടി വെച്ചിട്ടില്ലേ, അതൊന്ന് പരത്തി കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തണം. അത്യാവശ്യം ഒരു വലിപ്പത്തിന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതിന് നടുവിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ ഫില്ലിങ് ഉണ്ടല്ലോ, ആ പൊട്ടറ്റോയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടൊന്ന് പരത്തി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. എത്രത്തോളം നന്നായിട്ട് വയ്ക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം വച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് പുറത്ത് വരാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും ഇത് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം നമ്മളിത് കവറാക്കി എടുക്കാനുള്ളത്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് റോളർ പിൻ കൊണ്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി.
ഒരുപാട് ഇത് പരത്തി തിന്നാക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് കട്ടിക്കാണ് ഇതിരിക്കുന്നത്. അപ്പം ഇതുപോലെ വേണം നമ്മളിത് പരത്തിയെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന്. അത്യാവശ്യം വലിപ്പത്തിലുള്ളതാ ഒരു ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ റോളർ പിന്നുകൊണ്ട് പരത്തുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ നമുക്ക് സെൻറ്ററിൽ വച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിന് മീതെ നമ്മളുടെ ഈ മസാല ചീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഫില്ലിങ്ങിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇങ്ങനെ തന്നെ വേണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാനുള്ളത്. അത് വേണം ശ്രദ്ധിക്കാനുള്ളത്. ഫില്ലിങ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചീസൊക്കെ ചേർന്നതുകൊണ്ട് ഒരു വല്ലാത്ത ഇതായിപ്പോവും. എന്നിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ കൈകൊണ്ടാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ റോളർ പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കൈവെള്ളം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതൊന്ന് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കണം. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചൂടായ പാനിലേക്ക് നമുക്ക് ഇത് ചുട്ടെടുക്കണം. ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടാവണം കേട്ടോ. പാൻ നല്ലതുപോലെ ചൂടായ ശേഷമേ നമ്മളിത് ഇട്ട് കൊടുക്കാവൂ. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുത്തിട്ടാണ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടൈം എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ. പക്ഷേ റെഡിയായി കിട്ടിയാലുണ്ടല്ലോ നല്ല കിടുക്കാച്ചി സാധനമാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് ശേഷം നമുക്ക് ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പം ഈ ചീസും ബട്ടറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ തേക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മളിത് റെഡിയാക്കുമ്പോഴാണ് അതിന് നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ശരിക്കൊരു പിസ്സ കഴിച്ച ടേസ്റ്റ് ഫീൽ ചെയ്യും നമുക്കിത് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ചു വിട്ട് ഇതിവിടെ റെഡിയാക്കുന്നുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളർ വരെ നമ്മളിത് തിരിച്ച് മറിച്ചും വെച്ച് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ നല്ല മെൽറ്റായി വരും കേട്ടോ നമ്മളിത് റെഡിയാക്കി വരുമ്പോഴേക്ക്. അപ്പോൾ നമ്മളുടെ ചീസ് പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒന്നും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു വരുതേ. പിന്നെ നമ്മളുടെ ഈ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.